ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ദൈവം സ്നേഹിക്കുന്നവരുടെ നന്മയ്ക്കായി കഷ്ടതകൾ കൊടുക്കുന്നു. അവയിലൂടെ ചില പാഠങ്ങൾ പഠിക്കുവാനും ജീവിതത്തിന് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുവാനും ദൈവം ഉദ്ദേശിക്കുന്നു. നാം പാഠങ്ങൾ പഠിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തിക്കഴിയുമ്പോൾ കഷ്ടപ്പാടിന് അവസാനമുണ്ടാകും. ഒരു വയൽ എന്നും ഒഴുതുകൊണ്ടിരിക്കുകയില്ല. ഒരു കാലയളവിൽ മാത്രമേ ഒഴുകയുള്ളൂ. ഉഴുത മണ്ണിൽ ഗോതമ്പും ജീരകവും വിതയ്ക്കും. അവ വളർന്ന് ഫലമുണ്ടായി വിളയുമ്പോൾ വയൽ മനോഹരമായിരിക്കും. ഉഴാനും കട്ടയുടയ്ക്കാനും ഒരു കാലമുണ്ട്. അത് കഴിയുമ്പോൾ കതിരും കായും നിരന്ന് ഭൂമി മനോഹരമാകും. അതുപോലെ കഷ്ടപ്പാടുകൾ മാറുകയും സന്തോഷകാലങ്ങൾ വരികയും ചെയ്യും. ദൈവ പൈതൽ എന്നും ദുരിതപ്പെടാൻ ഇടയാകില്ല. രോഗികൾക്ക് വൈദ്യൻ കൊടുക്കുന്ന മരുന്നുകൾക്ക് കയ്പായിരിക്കും. രോഗം ഭേദമായാൽ പിന്നെ മരുന്ന് കൊടുക്കില്ല. രോഗം മാറാതിരുന്നാൽ പിന്നെയും കയ്പ് മരുന്ന് കഴിക്കേണ്ടി വരും. അതുപോലെ നമ്മുടെ തെറ്റായ ജീവിത വഴികൾ തിരുത്തുവാൻ ദൈവം തരുന്ന കയ്പുള്ള മരുന്നുകളാണ് കഷ്ടപ്പാടുകൾ. നമ്മുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന തെറ്റുകളാകുന്ന രോഗങ്ങൾ മാറുമ്പോൾ മിക്ക കഷ്ടതകളും മാറിപ്പോകും. ഇസ്രായേൽ ജനം ബാബിലോണിൽ പ്രവാസ ജീവിതം നയിക്കാൻ ഇടയാകുന്നത് അവരുടെ തെറ്റിൻ്റെ ഫലമായി ദൈവം കൊടുക്കുന്ന ശിക്ഷയാണെന്ന് യേശയ്യ പ്രവാചകൻ പ്രസ്താവിച്ചു. ഈ സത്യം മനസ്സിലാക്കി സ്വയം തിരുത്തലുകൾ വരുത്തി ദൈവഭയത്തിൽ ജീവിക്കുമെങ്കിൽ വീണ്ടും ശുഭകാലം വരുമെന്ന് പ്രവാചകൻ വിശ്വസിക്കുന്നു. നാം ദുരിതം നിറഞ്ഞ ഇടനാഴിയിൽ പെട്ടുപോയേക്കാം. രക്ഷപ്പെടാനുള്ള വാതിലുകളെല്ലാം അടഞ്ഞുപോയതുപോലെ തോന്നും. എന്നാൽ അവസാന ഭാഗത്തെത്തുമ്പോൾ ഉയരത്തിലേക്ക് കയറാനുള്ള വാതിലുകൾ തുറന്നിരിക്കുന്നതായി കാണാം. ജീവിതത്തിലുണ്ടാകുന്ന മുറിവുകൾ എന്നും നിലനിൽക്കുകയില്ല. അത് ഉണങ്ങി ഭേദമാകും. യേശയ്യാവ് 60:19. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവെട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സും ആകുന്നു. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.